വെൽക്കം ബാക്ക് ടു AVT പ്രീമിയം കഥ പറയുമ്പോൾ. ഇന്നത്തെ എപ്പിസോഡിലെ നമ്മുടെ അടുത്ത കണ്ടസ്റ്റന്റ് സതീഷ് ചന്ദ്രൻ. സതീഷ് ചന്ദ്രൻ കൊല്ലം ജില്ലയിലെ മുഖത്തല സ്വദേശിയായ സതീഷ് ബിരുദ വിദ്യാർത്ഥിയാണ്. വസ്ത്രവ്യാപാരിയായ അപ്പുക്കുട്ടൻ പിള്ളയുടെയും വീട്ടമ്മയായ ലതികാകുമാരിയുടെയും മകൻ. 2002 കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ കഥാപ്രസംഗ മത്സരത്തിൽ വിജയിച്ചിട്ടുള്ള സതീഷിന്റെ സ്വപ്നം ഒരു മികച്ച കാഥികനാവുക എന്നതാണ്. ഹായ് സതീഷ്, ഏത് കഥയാ പറയാൻ പോകുന്നത്? കരീമിന്റെ അസ്തമയമില്ലാത്ത സൂര്യൻ എന്ന് പറയുന്നൊരു ദക്ഷിണാഫ്രിക്കയിലെ കറുത്തവർഗക്കാരുടെ മോചനത്തിന് വേണ്ടി പോരാടുന്നൊരു ബെഞ്ചമിൻ മൊളോയ്സിന്റെ കഥ. അസ്തമയമില്ലാത്ത സൂര്യൻ. ദക്ഷിണാഫ്രിക്കയുടെ തലസ്ഥാനമായ ജോഹന്നാസ്ബർഗ്. അവിടുത്തെ കോടതി കൂടുവാൻ ഇനിയും സമയമേറെയുണ്ട്. എങ്കിലും ആ കോടതി വരാന്ത നിറയെ വൻ ജനത്തിരക്ക്. കാരണം ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. കറുത്തവരുടെ മോചനത്തിനായി തൂലിക ചലിപ്പിച്ച ബെഞ്ചമിൻ മൊളോയ്സിനെതിരെയുള്ള വിധി പറയുന്ന ദിവസം. ജ്വലിച്ചു നിൽക്കുന്ന സൂര്യപ്രകാശത്തെ കാർമേഘമെന്ന് മറയ്ക്കുന്നത് പോലെ വെള്ളക്കുപ്പായത്തിനുമേൽ കറുത്ത മേലങ്കികളണിഞ്ഞ വക്കീലന്മാർ കോടതിയിൽ ഉപവിഷ്ടരായി. ആ കോടതി വരാന്തയിലൂടെ വിലങ്ങ് വെച്ചൊരു യുവാവിനെ നടത്തിക്കൊണ്ടുവരുന്നു. ആരോഗ്യ ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരൻ, ബെഞ്ചമിൻ മൊളോയ്സ്. കോടതി വിധി പറയുവാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ബെഞ്ചമിൻ പ്രതിക്കൂട്ടിൽ, ന്യായാധിപന്റെ പീഠത്തിൽ ഒരു വെള്ളക്കാരൻ, തടിച്ചു വീർത്തൊരു മധ്യവയസ്കൻ. അദ്ദേഹം കണ്ണട എടുത്തു വെച്ചു. ബെഞ്ചമിൻ മൊളോയ്സിനെതിരെ വിധി രേഖപ്പെടുത്തിയ ആ പുസ്തകം നിവർത്തി വായിക്കാൻ ആരംഭിച്ചു. പ്രിയകര ജീവിത മൂല്യങ്ങൾ നേടുവാൻ ഉയരാർന്ന വിപ്ലവ ശക്തി, അവിടുത്തെ കഴിമര കയറുകൾ അവനായി അവസാന ശിക്ഷ വിധിച്ചു. ബെഞ്ചമിൻ മൊളോയ്സ് ജയിൽ മുറിയിൽ. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്കിലും അദ്ദേഹം സന്തോഷവാനാണ്. കാരണം താൻ എന്തിനു വേണ്ടി പ്രവർത്തിച്ചുവോ അതിനുവേണ്ടി സ്വന്തം ജീവൻ ബലിയർപ്പിക്കാൻ കഴിയുന്നതിൽ അദ്ദേഹം അഭിമാനം കൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെ എല്ലാ നേതാക്കന്മാരും ഭരണാധിപന്മാരും ബെഞ്ചമിൻ മൊളോയ്സിനെ മോചിപ്പിക്കണമെന്ന് ദക്ഷിണാഫ്രിക്കൻ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. പക്ഷേ അത് നിരസ്കരിക്കപ്പെട്ടു. ഇന്ന് 1985 ഒക്ടോബർ 17 ബെഞ്ചമിൻ പതിവിലുമേറെ സന്തോഷവാനായി കാണപ്പെട്ടു. കാരണം നാളെയാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റുന്നത്. നേരം പാതിരയോട് എടുത്തു. ഈ രാത്രി ഈ ജയിൽ മുറിയോടും ഈ ലോകത്തോടും തന്റെ അമ്മയോടും തന്റെ എല്ലാമായ തന്റെ പ്രിയ കാമുകി ജിനിയോടും താൻ വിട പറയണം. അതോർത്തപ്പോൾ ബെഞ്ചമിന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു. പശ്ചിമ താരകൾ ചക്രവാളത്തിന്റെ നെറ്റിയിൽ കുങ്കുമം ചാർത്തി. പശ്ചിമ താരകൾ ചക്രവാളത്തിന്റെ നെറ്റിയിൽ കുങ്കുമം ചാർത്തി. ഒത്തിരി ദൂരെയായി പാതിര ഭക്തികൾ വിപ്ലവ ഗാനങ്ങൾ പാടി. ഒത്തിരി ദൂരെയായി പാതിര ഭക്തികൾ വിപ്ലവ ഗാനങ്ങൾ പാടി. അന്നും പതിവ് പോലെ കിഴക്കൻ ചക്രവാളത്തിൽ ചെഞ്ചായം പൂശി. മരച്ചില്ലകളുടെ കിളികൾ പ്രഭാതഗീതം പാടി. എവിടെ നിന്നോ വന്ന കാറ്റ് ആ മരച്ചില്ലകളെ തട്ടി ഉണർത്തി കടന്നുപോയി. ഭൂമിയുടെ വിരുമാറിൽ ചുവപ്പിന്റെ കാഠിന്യം കൂടിക്കൂടി വന്നു. മരച്ചില്ലകളുടെ കിളികൾ കൂടുവിട്ട് പറന്നുപോയി. ഇന്ന് 1985 ഒക്ടോബർ 18. സ്വന്തം നാട്ടിൽ സ്വതന്ത്രമായി നടക്കുന്നതിന് വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി പോരാടിയ ആ യുവകവി ബെഞ്ചമിൻ മൊളോയ്സിനെ തൂക്കിലേറ്റുന്നത് ഇന്നാണ്. ബെഞ്ചമിൻ മൊളോയ്സ് നേരം വെളുത്തപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിലേക്ക് ചെന്നു. അവർ കൊണ്ടുപോയി കുളിപ്പിച്ചു, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. അതാ ജോഹന്നാസ്ബർഗ് സെൻട്രൽ ജയിലിന്റെ മൂലയിൽ ഒരു തൂക്കുമരം. ആ തൂക്കുമരത്തിന് നടുവിൽ ഒരു കൊലക്കാരൻ കിടന്ന് ആടുന്നു.
പത്തി വിടർത്തിയാടുന്ന ഒരു സർപ്പത്തെപ്പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുകയാണ്. എവിടെ നിന്നും വന്നൊരു കാറ്റ് അതിന്റെ പത്തി താഴ്ത്തി കടന്നുപോയി. വിലങ്ങണിഞ്ഞ ബെഞ്ചമിൻ തൂക്കുമരച്ചുവട്ടിൽ. ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരും ചുറ്റിലും നിന്നു. അതിന്റെ കോണിപ്പടി ചവിട്ടി ഒരാൾ കയറി വരുന്നു. ആരാച്ചാർ. അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. എന്തിനാണ് അദ്ദേഹം കരയുന്നത്? എത്രയോ പേരെ തൂക്കിലേറ്റിവണേ ഈ ആരാച്ചാർ. പക്ഷെ അയാൾക്ക് ബെഞ്ചമിനെ അറിയാമായിരുന്നു. ബെഞ്ചമിന്റെ കവിതകൾ വായിച്ചിട്ടുണ്ട്. ഒരു വെള്ളക്കാരനാണെങ്കിലും ബെഞ്ചമിന്റെ ആശയങ്ങൾ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ആ ആരാച്ചാർ. അങ്ങനെ താൻ ആരാധിക്കുന്ന, താൻ ബഹുമാനിക്കുന്ന ഒരാളെ തൂക്കിലേറ്റണമെന്ന് ഓർത്തപ്പോൾ ആരാച്ചാരുടെ നിയന്ത്രണം വിട്ടുപോയി. അയാൾ ആരും കാണാതെ ആ കണ്ണുനീർ തുടച്ചു നീക്കി. ജയിൽ സൂപ്രണ്ട് ബെഞ്ചമിനോടായി ചോദിച്ചു, മിസ്റ്റർ ബെഞ്ചമിൻ, താങ്കൾക്ക് അവസാനമായി എന്തെങ്കിലും പറയുവാനുണ്ടോ? ബെഞ്ചമിൻ എല്ലാവരെയും ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, സ്നേഹിതരെ, മരണത്തോടെ എല്ലാം അവസാനിക്കുന്നില്ല. അനീതിയും അക്രമവും അധർമ്മവും ഈ ലോകത്തിൽ നിന്ന് തുടച്ചു നീക്കണമെങ്കിൽ അതിനെതിരെ പോരാടി ഒരുപാട് പേർ രക്തസാക്ഷികളാണ്. എങ്കിൽ മാത്രമേ ഈ ലോകത്ത് സമത്വം കൈവരികയുള്ളൂ. ബെഞ്ചമിൻ മൊളോയ്സിനെ തൂക്കിലേറ്റാൻ ഇനി നിമിഷങ്ങൾ മാത്രം. ആരാച്ചാർ ബെഞ്ചമിൻ മൊളോയ്സിന്റെ അടുത്തേക്ക് വരുന്നു. തൂക്കുമരത്തിന് താഴെയുള്ള പലകമേൽ ആരാച്ചാർ ബെഞ്ചമിൻ മൊളോയ്സിനെ നിർത്തി. എല്ലാ ഉദ്യോഗസ്ഥന്മാരും നിശ്ചലരായി നിൽക്കുന്നു. ആരാച്ചാർ ബെഞ്ചമിന്റെ വിലങ്ങടിച്ച് അത് പിന്നിലേക്ക് വെച്ച് ബന്ധിച്ചു. ഒരു കറുത്ത തുണി കൊണ്ട് ആരാച്ചാർ ബെഞ്ചമിന്റെ മുഖം മൂടി. അതാ ആ കുലക്കയർ താഴ്ന്നു വരുന്നു. ബെഞ്ചമിന്റെ കഴുത്തിന് നേരെ താഴ്ന്നു വരുന്നു. ആരാച്ചാർ അതിന്റെ കുരുക്കെടുത്ത് ബെഞ്ചമിന്റെ കഴുത്തിലിട്ടു. അയാൾ അവിടെ നിന്നും മാറി. ആരാച്ചാരുടെ വിറയ്ക്കുന്ന കൈകൾ ബെഞ്ചമിൻ മൊളോയ്സ് നിൽക്കുന്ന പലക നീങ്ങുവാനുള്ള സ്വിച്ചിലേക്ക് അടുക്കുന്നു. ആ വിരലുകൾ സ്വിച്ചിൽ അമർന്നു. പലക നീങ്ങി. കുലക്കയർ ബെഞ്ചമിന്റെ കഴുത്തിൽ മുറുകുന്നു. 1858 ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടി താന്തിയ തോപ്പി തൂക്കിലേറ്റപ്പെട്ടു. 1931 ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഭഗത് സിംഗ് തൂക്കുമരത്തിന് മുന്നിൽ ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചുകൊണ്ട് തൂക്കിലേറ്റപ്പെട്ടു. ഇതാ 1985 ഒക്ടോബർ 18 സ്വന്തം സഹജീവികളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബെഞ്ചമിൻ മൊളോയ്സ് തൂക്കിലേറ്റപ്പെട്ടിരിക്കുന്നു. അതാ ഒരു സ്ത്രീ ഓടി വരുന്നു. മുഷിഞ്ഞ വസ്ത്രം, തളർന്ന കണ്ണുകൾ, ക്ഷീണിച്ച ശരീരം. അത് ബെഞ്ചമിൻ മൊളോയ്സിന്റെ അമ്മയാണ്. ജോഹന്നാസ്ബർഗ് സെൻട്രൽ ജയിലിന്റെ പ്രധാന കവാടത്തിൽ ലക്ഷ്യമാക്കി അവർ ഓടി തിരികെയാണ്. അവർ ഓടി വന്ന് ആ സെൻട്രൽ ജയിലിന്റെ പ്രധാന കവാടത്തിൽ മുട്ടി വിളിക്കുന്നു, സാർ, സാർ വാതിൽ തുറക്കും, സാർ, സാർ വാതിൽ തുറക്കും, സാർ. ആ വലിയ കവാടത്തിന്റെ ഒരു ചെറിയ വാതിൽ തുറന്നു. ഒരു ഉദ്യോഗസ്ഥൻ പുറത്തു വന്നു. സാർ, സാർ, ഞാൻ ബെഞ്ചമിൻ മൊളോയ്സിന്റെ അമ്മയാണ്. എനിക്ക് അവനെ ഒന്ന് കാണണം. എനിക്ക് അവനോട് സംസാരിക്കണം. ദുഃഖമുണ്ട് മിസ്സസ് മൊളോയ്സ്, എല്ലാം കഴിഞ്ഞു. ബെഞ്ചമിൻ ഇപ്പോൾ വെറുമൊരു ശവമാണ്. എല്ലാം കഴിഞ്ഞെന്നോ? എന്റെ മകന്റെ ശവശരീരമെങ്കിലും ഒന്ന് കാണിക്കൂ. വീണ്ടും ഞാൻ ക്ഷമ ചോദിക്കുന്നു മിസ്സസ് മൊളോയ്സ്. ബെഞ്ചമിന്റെ ശവശരീരം കാണുവാനോ വിട്ടുതരുവാനോ ഉള്ള നിയമമില്ല. നിയമമില്ലെന്നോ? ഞാനവന്റെ അമ്മയാണ്. അവനെ പ്രസവിച്ചവന്റെ അമ്മ. 28 വർഷക്കാലം അവരെ പൊന്നുപോലെ വളർത്തിയവന്റെ അമ്മയാണ് ഞാൻ. ഈ അമ്മയ്ക്ക് മകന്റെ ശവശരീരം കാണാൻ നിയമമില്ലേ?
സ്വന്തം നാടിനെ തീവ്രവാദികൾ കൊട്ടിക്കൊടുക്കുന്ന ഭീകരന്മാർ ഈ നാട്ടിൽ സ്വൈര വികാരം നടത്തുമ്പോ സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, അവർ സമന്മാരായി ജീവിക്കുന്നതിന് വേണ്ടി, നിറഭേദമില്ലാതെ ജീവിക്കുന്നതിന് വേണ്ടി, അവരുടെ ഒരുമയ്ക്ക് വേണ്ടി പോരാടിയ തൂലിക പടവാളാക്കിയതിന് ബെഞ്ചമിനെ തൂക്കിലേറ്റിരിക്കുന്നു. എന്നിട്ട് അവന്റെ പെറ്റമ്മയ്ക്ക് ശവശരീരം പോലും കാണാൻ അനുവാദമില്ലെന്ന്, നിയമമില്ലെന്ന്. ഇതെന്ത് നീതി? ഹേ മനുഷ്യ, നിങ്ങൾക്കാണ് സംഭവിച്ചിരുന്നതെങ്കിൽ, നിങ്ങളുടെ മകനാണെന്ന് സംഭവിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ സഹിക്കുമോ മനുഷ്യ? മോനെ, മോനെ ബെഞ്ചമിൻ, നീയാണ് ശരി, നീയാണ് ശരി. മനുഷ്യൻ മനുഷ്യനെ പോലെ കാണാൻ കഴിയില്ലാത്ത ഈ നാട്ടിൽ ജീവിക്കുന്നതിലും ഭേദം അതിനെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിക്കുന്നതാണ് മോനെ. അതാണ് ശരി. ഞാൻ ഭാഗ്യവതിയാണ് മോനെ. ഒരിക്കൽ എന്നോട് പറഞ്ഞിരുന്നല്ലേ, ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ഭാഗ്യവതിയാകണമെങ്കിൽ ഒന്നുകിൽ ചക്രവർത്തിയുടെ ഭാര്യയാവുക, അല്ലെങ്കിൽ ഒരു ബുദ്ധിജീവിയുടെ സഹോദരിയാവുക, അല്ലെങ്കിൽ ഒരു രക്തസാക്ഷിയുടെ അമ്മയാവുക, അല്ലെങ്കിൽ ഒരു വിപ്ലവകാരിയുടെ കാമുകിയാവുക എന്ന്. എനിക്ക് അഭിമാനമുണ്ട് മോനെ, ഞാൻ ഭാഗ്യവതിയാണ് മോനെ. മോനെ ബെഞ്ചമിൻ, നീയാണ് ശരി. ഒരു ഭ്രാന്തിയെ പോലെ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ട് ആ അമ്മ ഊറുകയാണ്. അത് അകലെ നിന്നും ഒരു ജാഥ വരുന്നു. കൂടുതലും കരന്തവർ പങ്കെടുക്കുന്ന ഒരു ജാഥ. അത് നയിക്കുന്നത് ഒരു യുവതിയാണ്. ബെഞ്ചമിൻ മോയ്സിന്റെ കാമുകി ജിനിയാണത്. ബെഞ്ചമിൻ മരിക്കുന്നതിന് മുൻപ് ജിനിയോട് പറഞ്ഞിരുന്നു, താൻ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ എന്നെ കൊണ്ട് അവസാനിക്കരുത്, അത് നീ തുടരണമെന്ന്. അക്ഷരാർത്ഥത്തിൽ ആ പെൺകുട്ടി അത് പാലിച്ചിരിക്കുന്നു. ആ പെൺകുട്ടി ആകാശത്തിലേക്ക് മുഷ്ടി ചുരുട്ടി ഉറക്കെ ഉറക്കെ പാടുന്നു.